ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങേണ്ടത് എവിടെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരമായ പരശുരാമനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമുക്കായി നൽകിയത് പരശുരാമനാണ്. ആ പരശുരാമൻ കേരളം സൃഷ്ടിച്ചതല്ല, വീണ്ടെടുത്തതാണ്. കാരണം പരശുരാമൻ മുമ്പ് ഭഗീരഥൻ തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉഗ്രം തപം ചെയ്തു. അതിൽ സംപ്രീതനായ ബ്രഹ്മാവ് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അനുവാദം കൊടുത്തു. പക്ഷെ ആകാശഗംഗ നേരെ ഭൂമിയിൽ പതിച്ചാൽ ഈ ഭൂമി തന്നെ നശിച്ചു പോകുമെന്നുള്ളൊരു അവസ്ഥയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് ജഡയിലേക്ക് ആകാശഗംഗയെ സ്വീകരിച്ച് അത് ഭാഗീരഥി നദിയായി ഒഴുക്കി ഗംഗയായി മാറിയതാണ്. അന്ന് ഗംഗാനദി ഭൂമിയിൽ വന്ന കാലത്ത് കരയായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കടലായി മാറി, കടലായി ഇരുന്ന സ്ഥലങ്ങൾ കരയായി മാറി. പല ഭൂപ്രകൃതികളിലും നമുക്ക് അതിൻ്റെ വ്യക്തമായ ചിഹ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ നമുക്കറിയാം, ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടായി തുടങ്ങിയത് എണ്ണ കണ്ടെത്തിയോടുകൂടിയാണ്. വെറും കടലിനുള്ളിൽ ഒരിക്കലും എണ്ണ ഉണ്ടാവില്ല. ആ കടലിൽ പണ്ട് കരയായിരുന്ന ഭാഗമാണ്. ആ കരയായിരുന്ന ഭാഗത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളിൽ നിന്നാണ് എണ്ണയിലേക്ക് വരുന്നത്. അപ്പം ആ രീതിയിലുള്ള മാറ്റങ്ങൾ പല സ്ഥലത്തും വന്നു. അങ്ങനെ മാറ്റം വന്ന കൂട്ടത്തിൽ ഒരു മാറ്റം വന്നതാണ് കേരളം എന്ന് പറയുന്നത് കടലായി മാറിയത്. പരശുരാമൻ തൻ്റെ ക്ഷത്രിയ നിഗ്രഹമെല്ലാം കഴിഞ്ഞ് സ്ഥലങ്ങളെല്ലാം ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അദ്ദേഹത്തിന് തപം അനുഷ്ഠിക്കാനും അദ്ദേഹത്തിൻ്റെ നിത്യചര്യകൾ നിർവഹിക്കാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന് വേണ്ടി തൻ്റെ ഗുരുവായ ശ്രീ പരമേശ്വരനോട് അഭ്യർത്ഥിക്കുകയും ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ ഗോകർണത്ത് വന്ന് അവിടെ നിന്ന് മഴുവെറിഞ്ഞ് കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശങ്ങൾ കടലിനടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും പരശുരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമല്ലേ? 4ാമത്തെ അവതാരമായ വാമനൻ എങ്ങനെയാണ് 6ാമത്തെ അവതാരത്തിൽ കണ്ടെടുത്ത കേരളത്തെ ഭരിച്ചിരുന്നത്? അല്ലെങ്കിൽ ആ വാമൻ എങ്ങനെയാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും കേരളം എന്ന് പറയുന്നത് സൃഷ്ടിച്ചതല്ല, വീണ്ടെടുത്തതാണ്. മാത്രമല്ല എല്ലാവരും പറയുന്നൊരു കാര്യം, മഹാബലി വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണ്. തൻ്റെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി. ആ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്, സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. മാത്രമല്ല അടുത്ത മന്വന്തരത്തിൽ അദ്ദേഹത്തിന് ദേവേന്ദ്ര പദവി വരെ അനുവദിച്ചു നൽകി കഴിഞ്ഞു. ആ ഒരു പദവി കിട്ടാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ശുക്രാചാര്യരുടെ നിർബന്ധപ്രകാരം ഇങ്ങനൊരു യാഗം അനുഷ്ഠിച്ചത്. ഇപ്പോഴും നമ്മുടെ പല ഭരണാധികാരികൾക്കും ഇതുപോലെ കുബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്ന ചില കൂട്ടർ കൂടെ ഉണ്ടാവും. അവർ കാരണം അവർക്ക് തന്നെയാണ് ദോഷം സംഭവിക്കുക. അത് തന്നെയാണ് മഹാബലിക്ക് സംഭവിച്ചത്. പക്ഷെ ഒരിക്കലും മഹാബലി പാതാളത്തിലേക്കല്ല പോയത്, സുരത്തിലേക്കാണ് പോയത്. അടുത്ത മന്വന്തരത്തിൽ അദ്ദേഹം ദേവേന്ദ്രനായി മാറുകയും ചെയ്യും. അങ്ങനെ പരശുരാമൻ വീണ്ടെടുത്ത ഈ ഭൂഭാഗം അന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി, കേരളം എന്ന ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത്, കാരണം സമുദ്രത്തിൽ നിന്ന് ലഭിച്ചതായുള്ള അമ്ലരസം കൂടുതലായിരുന്നു. ആ അമ്ലരസം മാറ്റാൻ വേണ്ടി വാസുകിയെയും അനന്തനെയും തപം ചെയ്ത് അവരെ പ്രത്യക്ഷപ്പെടുത്തി നാഗങ്ങളെ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും നാഗാലയങ്ങൾ, നാഗങ്ങൾക്കായാണ് ഈ ഭൂമി അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർപ്പ ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെ കാവുകളും കുളങ്ങളും ഇല്ലാത്ത എത്ര ഭവനങ്ങൾ, എത്ര തറവാടുകൾ നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കടലോരങ്ങളിൽ മുഴുവൻ ദുർഗാലയങ്ങളും, മധ്യഭാഗത്ത് ശൈവ വൈഷ്ണവ മറ്റ് ചൈതന്യങ്ങളും, മലയോരം കാക്കാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം പ്രതിഷ്ഠിച്ച ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ 5 ക്ഷേത്രങ്ങൾക്കാണ്, പഞ്ചരൂപത്തിലുള്ള ശാസ്താക്ഷേത്രങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. കുളത്തൂപ്പുഴയിൽ ബാലകരൂപത്തിലും, ആര്യങ്കാവിൽ യൗവന രൂപത്തിലും, അച്ചൻകോവിൽ പൂർണ്ണാപുഷ്കല സമേത ഗൃഹസ്ഥാശ്രമിയായും, ശബരിമലയിൽ സന്യാസ രൂപത്തിൽ, ആ സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്താവിൻ്റെ ആത്മചൈതന്യം കാന്തമല എന്ന് പറയുന്ന പൊന്നമ്പലമേട്ടിലും. ഇവിടെ ശബരിമലയിലും അച്ചൻകോവിലും ആര്യങ്കാവിലും കുളത്തൂപ്പുഴയിലും മാത്രമേ വിഗ്രഹമുള്ളൂ.
കാന്തമല എന്ന് പറയുന്ന പൊന്നമ്പലമേട്ടിൽ വിഗ്രഹമില്ല. കാര്യം ആ ആത്മചൈതന്യമാണ്, ആ ചൈതന്യം മാത്രമാണ് അവിടെ കുടികൊള്ളുന്നത്. ശബരിമലയിൽ ആ വിഗ്രഹം രൂപകൽപ്പന ചെയ്തതും 18-ാം പടി രൂപകൽപ്പന ചെയ്തതും സാക്ഷാൽ അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി 2 വിഗ്രഹങ്ങളാണ് അഗസ്ത്യമുനി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒന്ന് ശബരിമലയിലും മറ്റൊന്ന് പളനിയിലും. തമിഴ്നാട്ടിൽ അഗസ്ത്യമുനിയെ ഭോഗർ എന്നും പറയപ്പെടും. അപ്പോ ആ വിഗ്രഹങ്ങൾ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നാൽ അന്ന് അഗസ്ത്യമുനി വിഗ്രഹം പണി ചെയ്തത് നവപാഷാണശിലയിലായിരുന്നു. അത് പളനിയിൽ ഇന്നും ആ വിഗ്രഹം തന്നെ അവിടെ നിലനിൽക്കുന്നു. ശബരിമലയിലെ ആദ്യ വിഗ്രഹം നവപാഷാണശിലയിലായിരുന്നു. ആ വിഗ്രഹമാണ് വർഷങ്ങൾക്ക് ശേഷം ഉദയനൻ എന്ന കൊള്ളക്കാരനാൽ നശിപ്പിക്കപ്പെട്ട് ക്ഷേത്രം തകർക്കപ്പെട്ടത്. മാത്രമല്ല ശബരിമലയും പളനിയുമായിട്ടുള്ള ഒരു വലിയ സാമ്യം എന്ന് പറയുന്നത് രണ്ടും മുഖാമുഖമാണ് ഇരിക്കുന്നത്. അയ്യപ്പസ്വാമി കിഴക്ക് ദർശനമായി അങ്ങോട്ടും, പളനി മുരുകൻ പടിഞ്ഞാറ് ദർശനമായി ഇങ്ങോട്ടും. ആ സഹോദര ഭാവമാണ്, രണ്ടുപേരും മുഖാമുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടും ശബരിമലയുമായിട്ട് ഇത്രയും വലിയൊരു ആത്മബന്ധവും വരാനുള്ള കാരണം. അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം അയ്യപ്പസ്വാമിയുടെ ജനനം ഉണ്ടാകുന്നു. മഹിഷി നിർഗ്രഹമാണ് ജന്മോദ്ദേശം. അതായത് ബ്രഹ്മാവിൽ നിന്ന് വരം നേടി തനിക്ക് അമരത്വം വേണമെന്ന് മഹിഷി ആവശ്യപ്പെട്ടെങ്കിലും അമരത്വം നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ അത് മറ്റൊരു വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ മഹിഷി ആവശ്യപ്പെട്ടതാണ് ശൈവ വൈഷ്ണവ ചൈതന്യത്തിലുണ്ടാകുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ. മാത്രമല്ല ആ കുഞ്ഞ് ഒരു വാഴാട്ടക്കാലം 12 വർഷക്കാലം ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുകയുമാണ്. ഇതൊരിക്കലും നടക്കില്ല എന്നുള്ള ധാരണയിലാണ് മഹിഷി ആ മരം വാങ്ങിയതെങ്കിലും മഹിഷിയുടെ ഉപദ്രവവും സഹിക്കാൻ വയ്യാതെ 17-14 ലോകങ്ങളിലും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ മോഹിനി വേഷമെടുത്ത് വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിന്റെ ആത്മചൈതന്യത്തോടുകൂടി ജനനമെടുക്കുകയാണ്. ശിവഭക്തനായ പന്തള രാജാവിനും വൈഷ്ണവ ഭക്തിയായ പന്തള രാജ്ഞിക്കും മകനായി 12 വർഷക്കാലം. ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ 12 വർഷം പൂർത്തിയാക്കി തൻ്റെ ജീവിത നിയോഗം പൂർത്തിയാക്കാൻ അതിനൊരു കാരണം മാത്രമാണ് പുലിപ്പാലും രാജ്ഞിയുടെ അസുഖവുമില്ല. അദ്ദേഹം അവിടുന്ന് തൻ്റെ ഈ നിയോഗം നിറവേറ്റാൻ വേണ്ടി അന്ന് കാട്ടിൻ്റെ ഏറ്റവും പുറം പ്രദേശമായ എരുമേലി പോലുള്ള സ്ഥലത്തെത്തുന്നു. അന്ന് അവിടെ നിന്ന് അദ്ദേഹം തങ്ങിയത്, ഇന്നും ആ ഗൃഹം അവിടെ ഉണ്ട്. പുത്തൻവീട് എന്ന് പറയുന്ന തമിഴ് വംശജരുടെ ഒരു ഗൃഹമാണ്. അവിടെ വയസ്സായ ഒരു അമ്മ മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞത് അന്ന് എരുമേലി മഹിഷിയുടെ ഉപദ്രവം കാരണം എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സന്ധ്യ കഴിഞ്ഞാൽ ആണുങ്ങൾ ആരും അവിടെ താമസിക്കാൻ പാടില്ല. പുഴ കിടന്ന് അക്കരെ പൊയ്ക്കോണം. അവിടെ ഉണ്ടെങ്കിൽ മഹിഷി തിരഞ്ഞു പിടിച്ച് അവരെ കൊന്നിരിക്കും. അപ്പോൾ ഈ പുത്തൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, മകനെ നീ ഇവിടെ നിൽക്കണ്ട, നീ പൊയ്ക്കോ, നാളെ രാവിലെ വന്നാൽ മതി, രാത്രി ഇവിടെ നിന്നാ ഉപദ്രവമാവും. പക്ഷേ ആ അയ്യപ്പസ്വാമി പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ ആ ഉപദ്രവത്തിനെ തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് അവിടെ തങ്ങുകയും ആ മഹിഷിയുടെ ഉപദ്രവം അന്ന് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. ആ മഹിഷിയുടെ നിഗ്രഹം കാണാൻ വേണ്ടി 30 മുക്കോടി ദേവതമാരോട് സന്നിഹിതരായിരുന്നു. അന്ന് സാക്ഷാൽ പരമശിവൻ അയ്യപ്പസ്വാമിക്ക് തുണയായിട്ട് അദ്ദേഹത്തിന്റെ ഭൂതഗണമായ ബാബുരന് നൽകുകയും മഹിഷി നിഗ്രഹത്തിനായി ഉടവാള് പൂജിച്ച് നൽകുകയും ചെയ്തു. ആ ഉടവാളാണ് മഹിഷി നിഗ്രഹത്തിന് ശേഷം അത് ഒരു ജലാശയത്തിൽ വൃത്തിയാക്കി എന്ന് പറയുന്നു. ആ ജലാശയം ഇന്നും എരുമേലി രുദ്രക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഉടവാളാണ് അവിടെ പുത്തൻവീടിലെ കാരണവർക്കും അമ്മയ്ക്കും അദ്ദേഹം തൻ്റെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചു. തിരിച്ച് പുലിക്കൂട്ടവുമായി പന്തളത്തെത്തി. അതെല്ലാം നമുക്കറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെട്ടത് തനിക്ക് തപസ് ചെയ്യാൻ തനിക്കായ ഒരു സ്ഥലം, അത് അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ശബരിമലയാണ്. അന്ന് അവിടെ ക്ഷേത്രമില്ല, വിഗ്രഹമില്ല. അയ്യപ്പസ്വാമി തന്നെ നിന്ന് അവിടെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു. പട്ടബന്ധസ്ഥനായിട്ടുള്ള വിഗ്രഹം അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. ശിലാവിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം ഇന്ന് മണിമണ്ഡപം എന്ന് പറയുന്ന അവിടെ ജീവസമാധി കൊള്ളുകയാണ് ചെയ്തത്. സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ സമാധി സ്വരൂപത്തിലുള്ള രൂപത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി ജീവസമാധിയിലൂടെ വിലയം പ്രാപിച്ച പുണ്യ കേന്ദ്രമാണ് ശബരിമല. അത് തന്നെയാണ് ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമലയിൽ പാടില്ല എന്ന് പറയുന്നത് പോലും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു പരത്തുന്ന പോലെ കാടാണെന്നോ മലയാണെന്നോ കയറാനുള്ള ബുദ്ധിമുട്ടോ ഒന്നുമല്ല.
ഇത്രയും ഒരു ധർമ്മശാസ്താവ്, സമാധിസ്ഥ രൂപത്തിലുള്ള ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം വിലയം പ്രാപിച്ച ക്ഷേത്രം. അത് തന്നെയാണ് ശബരിമലയുടെ പ്രത്യേകത. ശബരിമല മാത്രമാണ് ലോകത്ത് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം. ബാക്കി ക്ഷേത്രങ്ങളെല്ലാം ധർമ്മശാസ്താവിന്റെ ക്ഷേത്രങ്ങളാണ്. അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ശബരിമലയാണ്. മാത്രമല്ല അദ്ദേഹം അവിടെ ക്ഷേത്രം നിർമ്മിച്ചു, വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മാത്രമല്ല അന്ന് ആ ശബരിമലയിൽ എങ്ങനെ വരണം, എന്തായിരിക്കണം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, എങ്ങനെയായിരിക്കണം ശബരിമല വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് വരെ കൃത്യമായി അതിന് നിഷ്ഠയുണ്ടാക്കി. അത് നമുക്ക് അറിയണമെങ്കിൽ 100 വർഷത്തിന് മുമ്പ് രചിക്കപ്പെട്ട ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന ബുക്കിൽ അതിൽ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് എടുത്ത ഭാഗങ്ങളും അതിനകത്ത് കേരള പുരാണം എടുത്തിട്ടുണ്ട്. അതും ഇതും കൂടെ ചേർത്താണ് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ശബരിമല എന്താണെന്നും അവിടുത്തെ വ്രതാനുഷ്ഠാനം എന്താണെന്നും എങ്ങനെയാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതെന്നും. 41 ദിവസം വ്രതം കൃത്യമായി അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചാൽ മാത്രമേ ശബരിമലയിൽ എത്താൻ പാടുള്ളൂ. അല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിൽ പോകാൻ നമുക്ക് രാവിലെ കുളിച്ച് വൃത്തിയായി മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നതിനൊന്നും ആർക്കും ഒരു വിരോധമില്ല. പക്ഷെ ശബരിമല ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഒരു മണ്ഡലകാലം വ്രതാനുഷ്ഠാനം എടുത്ത് ആ ശുദ്ധിയോടും ആ മനസ്സോടും കൂടി, മറ്റൊന്നും കൊണ്ടല്ല, ശബരിമലയിൽ മാത്രമാണ് ഭക്തരായിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ആ മാല ധരിക്കുന്നതോടുകൂടി അയ്യപ്പനായി മാറുകയാണ്. ശബരിമലയിൽ നമ്മൾ 18 പടികൾ കയറി മുകളിച്ചിരുമ്പോൾ കാണുന്ന തത്വമസി എന്ന പൊരുൾ, ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത് സാക്ഷാൽ സ്വാമി ചിന്മയാനന്ദനാണ്. ആ തത്വമസി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ എന്ന് ആവണമെങ്കിൽ, ഞാൻ നീ ആവണമെങ്കിലും നീ ഞാനായി മാറണമെങ്കിലും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാവണം. ശബരിമലയിൽ മാത്രമാണ് എല്ലാം അയ്യപ്പൻ. അവിടെ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന അയ്യപ്പനാണ്. അവിടെ പൂജ ചെയ്യുന്ന മേൽശാന്തിമാരായാലും അല്ലെങ്കിൽ തന്ത്രിമാരായാലും മറ്റ് ശാന്തിക്കാരായാലും എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ അയ്യപ്പന് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരും മറ്റുള്ള എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ ഭഗവാനെ കണ്ട് പുണ്യം നേടാൻ വരുന്ന ഓരോ ഭക്തനും അയ്യപ്പനാണ്. ഇപ്പൊ എല്ലാം അയ്യപ്പനായി തീരുന്ന ഒരു പുണ്യസങ്കേതമാണ്. അപ്പൊ അവിടെ എത്തണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതായി മാറണം. അല്ലാതെ ഞാൻ ശബരിമലയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒരു മാലയം എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഒരു കെട്ടും നിറച്ച് ശബരിമലയിൽ പോകുക എന്ന് പറയുന്നത്, അതിനും കൃത്യമായി ഭൂതാവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശബരിമലയിൽ പോകുന്നതിന് എന്താണ് പ്രയോജനമെന്ന്. നമ്മൾ പച്ചയ്ക്ക് നാടൻ ഭാഷയെ പറഞ്ഞാൽ പട്ടി ചന്തയിൽ പോയ പോലെ ഇരിക്കും. അതായിരിക്കും ശബരിമലയിൽ അങ്ങനെ പോകുന്നുണ്ടുള്ള പ്രയോജനം. അപ്പൊ അത് ഓരോ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി നിർവഹിച്ച് അതിൻ്റെതായ രീതിയിൽ, പണ്ടൊക്കെ എരുമേലി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അയ്യപ്പസ്വാമി അന്ന് അവിടെ ഈ മഹിഷി മർദ്ദനം കഴിഞ്ഞ് ഈ ഉദയനെ ആർച്ച് ചെയ്ത് ക്ഷേത്രം വീണ്ടെടുത്ത് ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും അദ്ദേഹം ഓരോ സ്ഥാനങ്ങൾ നൽകി. കൂടെ ഉള്ള എല്ലാവർക്കും, കടത്തുസ്വാമിക്കായാലും കറുപ്പായമ്മയ്ക്കായാലും കറുപ്പസ്വാമിക്കായാലും അതുപോലെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിവഭൂതമായ ബാബുരന് കൃത്യമായ സ്ഥാനം അദ്ദേഹം നൽകി. കാരണം അന്ന് എരുമേലി വഴിയാണ് ശബരിമലയിലേക്ക് യാത്ര. എരുമേലിയിലെത്തുന്ന ഭക്തരെ സുരക്ഷിതരായി ആ കാനനത്തിലൂടെ ശബരിമല സന്നിധാനത്തെത്തിക്കാനും തിരിച്ചെത്തിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തമാണ് ബാബുരസ്വാമി ഏൽപ്പിച്ചത്. ബാബുരസ്വാമിക്ക് പ്രത്യേകം സ്ഥാനവും എരുമേലി നൽകി. ആ വടിയമ്പലത്തിനും ചെറിയമ്പലത്തിനും ഇടയിലായി സ്ഥാനവും നൽകി. അതെല്ലാം കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം നശിപ്പിച്ചു പോയി എന്നുള്ളതാണ് സത്യം. ഇന്നും എരുമേലിയിൽ പോകുന്നവരും ശ്രദ്ധിക്കുക, എരുമേലി കൊച്ചമ്പലത്തിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ് അവിടുത്തെ ആ പടിവാതിലിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ പ്രതിഷ്ഠയുണ്ട്. വലതുഭാഗത്ത് കടുത്തസ്വാമിയുടെ പ്രതിഷ്ഠ ഇന്നും നിലനിൽക്കുന്നു. ഇടതുഭാഗത്ത് വാപുരസ്വാമിയുടെ പ്രതിഷ്ഠയായിരുന്നു. ഇന്നിപ്പോ അവിടെ പ്രതിഷ്ഠയില്ല. ആ വിഗ്രഹം എവിടെ പോയെന്നറിയില്ല. അവിടെ വാവരസ്വാമി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. താഴെ ഒരു പ്രഭയുണ്ട്. പ്രഭ എന്തിനാ? വിഗ്രഹത്തിനാണ് പ്രഭ. ഇന്ന് അവിടെ പ്രഭ മാത്രമുണ്ട്. പ്രഭയ്ക്കകത്തൊരു കാണിക്ക വഞ്ചിയിരിപ്പുണ്ട്. അപ്പൊ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് കാണിക്ക വഞ്ചിയാണ്. കാണിക്ക വഞ്ചി കൃത്യമായിട്ട് പ്രഭയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. വിഗ്രഹമില്ല. വലതു സൈഡിൽ കടുത്തസ്വാമിയുടെ വിഗ്രഹമുണ്ട്, ഇടതു സൈഡിൽ ദേവസ്വം ബോർഡിന്റെ വിഗ്രഹം കാണിക്ക വഞ്ചിയുണ്ട്. ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിച്ചാലും എങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തിയാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കുറേ വാഗ്ദാനങ്ങളും അദ്ദേഹം ചെയ്ത പല അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ഇവിടെ വാദാനുവാദം പ്രസംഗിക്കുന്നത് കേട്ടു. നമുക്കറിയാം, നമ്മുടെ അധ്യക്ഷൻ സ്വാമി അയ്യപ്പദാസ് പറഞ്ഞു പോയി കുംഭമേള കാണണമെന്ന്. കുംഭമേളയിൽ ഒരു ദിവസം വരുന്ന ആൾക്കാർ ഇവിടെ ഒരു മണ്ഡലകാലത്ത് മൊത്തം വരുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ ഈ വാക്കുകൾ.
ശബരിമലയിൽ എല്ലാം ചെയ്തു, എല്ലാം നന്നായി. എവിടെ? ഇന്ന് കുംഭമേളയിൽ പോകുന്ന, കുംഭമേള ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസമാകാൻ പോകുന്നു. ഈ ഒരു മാസം ഏകദേശമായി ഇത്രയും ദിവസമായിട്ട് പരാതികൾ വളരെ കുറവ്. ഒരു പരാതി പോലും അങ്ങനെ കൃത്യമായി കേട്ടിട്ടില്ല. പക്ഷേ ശബരിമല വരുന്ന ഒരയ്യപ്പനെങ്കിലും പരാതി പറയാതെ അവിടെ നിന്ന് പോകാറുണ്ടോ? അതാണ് നമ്മുടെ ആൾക്കാരുടെ മഹത്വം. അവർ പറയുന്നത് എന്താ? ശബരിമലയിൽ പണം വേണം, പണം വേണം, പണം വേണം. എന്തിനു പണം? ഈ പണം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഈ മന്ത്രിക്കോ അല്ലെങ്കിൽ ശബരിമല ദേവസ്വം ബോർഡിനോ ഒരു കാര്യം അറിയാമോ? കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്? ഏകദേശം 50,000-ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഇതിൽ എത്ര ക്ഷേത്രങ്ങളാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളത്? എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർത്താൽ 5000 ക്ഷേത്രത്തിന് താഴെ മാത്രം. ഈ 5000 ക്ഷേത്രത്തിന് താഴെ മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കൺട്രോളിലുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ കൺട്രോളിലല്ല. പല സംഘടനകളുടെയും അല്ലെങ്കിൽ മറ്റ് കുടുംബങ്ങളുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെ കീഴിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ഈ 45,000 ക്ഷേത്രങ്ങൾക്കും ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ശബരിമലയോ സർക്കാരോ ഒരു പൈസയും കൊടുക്കുന്നില്ല. ആ ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കുന്നില്ലേ? എന്തിന്? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിൽ കേരളത്തിൽ 175 ക്ഷേത്രങ്ങളുണ്ട്. ഈ 175 ക്ഷേത്രങ്ങൾക്കും സർക്കാരിന് ഒരു പൈസയും കിട്ടുന്നില്ല. ഭക്തജനങ്ങൾ നൽകുന്ന സംഭാവനയും അവരുടെ വഴിപാടുകളും കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ട് സർക്കാരിനും ആ രീതിയിൽ ക്ഷേത്രങ്ങളെ നിലനിർത്തിക്കൂടാ? അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഓരോ ക്ഷേത്രങ്ങൾക്കും ആവശ്യമുള്ള രീതിയിൽ വേണം ആ ക്ഷേത്രങ്ങളെ ചെലവ് ചെയ്യാൻ. അല്ലാതെ നമ്മളെ കണ്ട എല്ലാ ആൾക്കാരെയും പിടിച്ച് ദേവസ്വം ബോർഡിലും ക്ഷേത്രങ്ങളിലും ജോലിയും കൊടുത്തിട്ട് ഈ ശബരിമല കിട്ടുന്ന വരുമാനമെല്ലാം എടുത്ത് അവർക്ക് വീതിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് തികച്ചും മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ്. അതേസമയത്ത് ശബരിമല വരുന്ന ഭക്തർക്ക് എന്ത് സൗകര്യം ഒരുക്കുന്നത്? എല്ലാ രീതിയിലും ഭക്തരെ കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നത്. ശബരിമലയിൽ ഓരോ സീസണിൽ ആലോചിച്ച് നോക്കൂ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വെർച്വൽ ക്യൂ അന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് വന്നത്. ഇനി അതിന്റെ ആവശ്യം എന്താ? ഇത്രയും കാലം ശബരിമലയിൽ ദർശനത്തിന് വരുന്നവർ വെർച്വൽ ക്യൂവിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവർ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയെല്ലാം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാം, ആൾക്കാർ എങ്ങനെയൊക്കെ ശബരിമലയിൽ എത്താതാക്കാം, അതിനു വേണ്ടിയുള്ള ഒരു എന്താ പറയുക, അതിനു വേണ്ടിയുള്ള റിസർച്ചിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട കോടതിയും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. കാര്യം ഇന്നിപ്പോ പല കാര്യങ്ങളും ഓരോ ആചാരങ്ങളെയും നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാളികപ്പുറത്ത് നാളികേരം കിട്ടുന്നത് എത്രയോ കാലങ്ങളായി ഈ ഭൂതനാഥ ഹോമാകേന്ദ്രത്തിന് അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കന്യായപ്പന്മാരും മാളികപ്പുറങ്ങളും മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടണമെന്ന്. മാത്രമല്ല, നാളികേരം ഉരുട്ടുന്നതിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. എന്താണ് ശബരിമലയുടെ പ്രാധാന്യം? നമ്മൾ എന്തിനാണ് നെയ്ത്തേങ്ങ നിറച്ച് ശബരിമലയിൽ പോകുന്നത്? നെയ്ത്തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും ശരീരവുമാണ്. ശരീരമാകുന്ന ആ നാളികേരത്തിൽ അതിന്റെ ജലമെല്ലാം കളഞ്ഞ് ശുദ്ധമാക്കി അത് നമ്മുടെ ആത്മാവാകുന്ന നറുനെയ്യാണ് നിറച്ച് നമ്മൾ ശബരിമലയിൽ കൊണ്ടുപോകുന്നത്. ആത്മാവിന് ഭഗവാന് അഭിഷേകം ചെയ്തിട്ട് ആ ശരീരത്തെ നമ്മൾ ആഴിയിൽ കത്തിച്ചു കളയുക. ആ ആത്മസായുജ്യമാണ് നേടുന്നത്. അത് ഈ പുതിയൊരു ജീവിതം, പുതിയൊരു ജന്മം, ആ ജന്മം ലഭിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നമ്മൾ വീണ്ടും നാളികേരം നമ്മൾ മാളികപ്പുറത്ത് ഉരുട്ടുന്നത്. ഇതിനെല്ലാം ഓരോ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് സങ്കടം. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഇന്ന് നമ്മൾ മാലയിടുന്നു, മാലയിടാൻ തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ശുദ്ധമായ ഒരു മാലയുണ്ടോ? മാലയുടെ പണ്ടൊക്കെ എന്താണ്? പണ്ട് ചന്ദനത്തിലോ അല്ലെങ്കിൽ നമ്മൾ തുളസിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലാണ് മാല. ശബരിമല അയ്യപ്പസ്വാമിക്കുള്ള മാല അല്ലെങ്കിൽ മുദ്ര ചാർത്തിയ മാലയാണ് അണിയുന്നത്. ഇന്ന് കടകളിൽ കിട്ടുന്ന എല്ലാം എന്താണ്? ഒരിക്കൽ നമ്മളൊരു വീഡിയോ കണ്ടു, ശബരിമലയ്ക്ക് വേണ്ടി മാല തയ്യാറാക്കുന്നത്. കഷ്ടം തോന്നും. അതുപോലെ തന്നെ ഓരോ ശബരിമലയിൽ നമ്മൾ പറയുന്ന നറുനെയ്യ്, നമ്മുടെ ആത്മാവെന്ന് നറുനെയ്യാണ് നിറച്ചുകൊണ്ട് പോകുന്നത്. ഈ നറുനെയ്യ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇന്ന് നെയ്യാണോ കിട്ടുന്നത്? ഇന്ന് നെയ്യല്ലല്ലോ കിട്ടുന്നത്. ഇന്ന് പലപ്പോഴും കിട്ടുന്നത് ഈ പശുവിന്റെ അല്ലെങ്കിൽ മറ്റേ ഇതിന്റെ വേസ്റ്റ് ഉരുക്കിയെടുക്കുന്ന കളർ കൂട്ടിയ അതാണ് നമുക്ക് നെയ്യെന്ന് പറഞ്ഞ് തരുന്നത്. ഇതാണ് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കും. ഇതുപോലെ ഓരോ കാര്യങ്ങളും ഈ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് വരുന്നവരാണ് പലപ്പോഴും വന്ന് പല ഈ പറഞ്ഞ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നത്. എരുമേലി വരുമ്പോൾ ഒരു ബന്ധവുമില്ല, അയ്യപ്പസ്വാമിയായിട്ട് ഒരു ബന്ധവുമില്ല. വാവര് പള്ളി എന്ന് പറയും. വാവര് പള്ളി അല്ലത്, നൈനാൻ മസ്ജിദാണത്. അവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് നൈനാൻ മസ്ജിദാണ്. ആ മസ്ജിദിന്റെ വെളി എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെ ആരാധിക്കാൻ പാടില്ല. ആ പള്ളിയിലേക്കാണ് പാവപ്പെട്ട അയ്യപ്പന്മാർ കയറി ശരണം വിളിക്കുന്നതും അവിടെയാണ് പ്രദർശനം വയ്ക്കുന്നതും. അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പന്മാർ കൊടുക്കുന്ന ഭസ്മം, ഈ ഭസ്മം കൊടുക്കാൻ ഏത് ഇസ്ലാമിക വിധിയിലാണ് പറഞ്ഞിട്ടുള്ളത്?
അല്ലെ അവിടെ നാളികേരം ഉടയ്ക്കുന്നു. നാളികേരം ഉടയ്ക്കാൻ ഏത് ഇസ്ലാമിക വിധിയിലാണ് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലുമില്ല. മാത്രമല്ല, നാളികേരം ഉടയ്ക്കുന്നിടത്ത് വലിയ വലിയ കള്ളത്തരമാണ്. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കഷ്ടകാലത്തിൽ എറിഞ്ഞ് കൊണ്ടു ഇല്ലെങ്കിൽ ആ തേങ്ങ നേരെ താഴേക്ക് പോകും. ആ തേങ്ങ തന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വിൽക്കാൻ വരും. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ഇതെല്ലാം അയ്യപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്തായാലും ഇന്നിപ്പോ സ്വാമിമാരുടെയും അല്ലെങ്കിൽ ആചാര്യന്മാരുടെയും എല്ലാം ഒരു അവബോധനം കൊണ്ട് കുറേയൊക്കെ മാറ്റം വന്നു. എന്തായാലും ഈ വർഷം കഴിഞ്ഞതിനേക്കാളും വളരെയധികം കുറവ് വന്നു എരുമേലിയിൽ പള്ളിയിൽ പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ ശബരിമലയിലെ സന്നിധാനത്തിന് താഴെയുള്ള ആ വാവര് നടയിൽ പോകുന്ന ആൾക്കാരും. ഇതിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും എല്ലാ ഭക്തജനങ്ങളുടെയും ഉള്ള സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പായി എരുമേലിയിൽ ഉണ്ടായിരുന്ന ബാബുരന്റെ പ്രതിഷ്ഠ അത് പുനഃസ്ഥാപിക്കാൻ കഴിയണമെന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോട് നടന്നു വരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ശബരിമലയിലെ തീർത്ഥാടനം നിലയ്ക്കലെത്തുന്ന അയ്യപ്പന്മാരെ കുത്തി നിറച്ച് പണം പിടുങ്ങി നേരെ ബസ്സിൽ കയറ്റി പമ്പയെ കൊണ്ട് തള്ളുന്നു. ആലോചിച്ച് നോക്കി. ഇവിടെ നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ഇപ്പൊ എന്താ അസൗകര്യം? അവിടെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. പാർക്കിങ്ങിന് എത്രയോ സ്ഥലം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വനം വകുപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കണ്ട. എങ്ങനെയെങ്കിലും നഷ്ടത്തിലോടുന്ന KSRTC ലാഭത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി അയ്യപ്പന്മാരെ കൊള്ളയടിക്കണം. അതുപോലെ തന്നെ അവിടെ കടകൾ ലേലം കൊടുക്കുന്നു. ഇന്ന് ലേലം കൊടുക്കുന്ന കടകൾ ഇവിടെ നോക്കിക്കോളൂ. ഈ അയ്യപ്പ മണ്ഡലകാലമായി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാർ അവരെ പറ്റിക്കാൻ വേണ്ടി അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ നിരക്കും. മണ്ഡലകാലത്തിന് തലേ ദിവസം വരെ ഇറച്ചി മീനും വിളമ്പിക്കൊള്ളുന്ന ഹോട്ടലുകൾ മണ്ഡലകാലം വൃശ്ചികം 1 ബോർഡ് മാറ്റി പേര് മാറ്റി അയ്യപ്പന്റെ പടവും വെച്ച് വെജിറ്റേറിയനായി മാറും. സത്യം പറഞ്ഞാൽ അയ്യപ്പന്മാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ശബരിമലയിലും സംഭവിക്കുന്നത്. ശബരിമലയിലും പമ്പയിലും എല്ലാം ലേലം പിടിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലും മറ്റു മതസ്ഥരാണ്. മറ്റു മതസ്ഥരൊന്നും പാടില്ല എന്ന് പറയുന്നില്ല. ശബരിമലയിൽ ആർക്കും വരാം. അയ്യപ്പ ഭക്തരായിരിക്കണം, വ്രതാധാരികളായിരിക്കണം. അതുപോലെ തന്നെ ഈ കടകൾ നടത്തുന്നവരും ഇതിൽ എത്ര പേർക്ക് ആ അയ്യപ്പനോട് ഭക്തിയുണ്ട്, എത്ര പേർക്ക് ആ വ്രതശുദ്ധിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വലിയ തുക കൊടുത്ത് പിടിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ഹിന്ദുക്കളാണെങ്കിൽ അവരാ കടകൾ പിടിക്കാൻ മടിക്കും. കാരണം വരുന്ന അയ്യപ്പ ഭക്തരാണല്ലോ, അവർക്ക് മോശം സാധനം കൊടുക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അത്ര ശുദ്ധമായിട്ട് കൊടുക്കണ്ടേ എന്നുള്ള ധാരണയിൽ അവർക്ക് അധിക ലാഭം കിട്ടത്തില്ല എന്ന് പലരും പിൻവാങ്ങും. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അയ്യപ്പന്മാരെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇന്ന് ശബരിമലയിലും പമ്പയിലും എല്ലാം ഈ പറഞ്ഞ ഹോട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ കൊടുക്കുന്ന ഭക്ഷണം എന്തായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, എന്ത് ശുദ്ധത ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഈ മണ്ഡലകാലത്ത് നമ്മൾ കണ്ടു, ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പൊന്ന് 18-ാം പടി. ശബരിമലയിലെ ശ്രീകോവിലിന്റെയും മണിമണ്ഡപത്തിന്റെയും അതേ പ്രാധാന്യമാണ് 18-ാം പടിക്കുള്ളത്. കാരണം ശബരിമല ശ്രീകോവിലിനുള്ളിലുള്ള ശ്രീചക്രമുണ്ട്, മണിമണ്ഡപത്തിനുള്ളിൽ ശ്രീചക്രമുണ്ട്, അതുപോലെ തന്നെ 18-ാം പടിയിലും ശ്രീചക്രമുണ്ട്. ആ 18-ാം പടിയിലാണ് പോലീസുകാർ കയറി എന്ന് സർക്കസ് വിളിച്ചത്. നമ്മളെല്ലാം കണ്ടു കാണും. കാര്യം 18-ാം പടിയുടെ പവിത്രത, വ്രതശുദ്ധിയോടുകൂടി മാത്രമേ 18-ാം പടി ചവിട്ടാവൂ. കെട്ടുനറ ഇല്ലാത്തവർക്ക് പോലും 18-ാം പടി ചവിട്ടാൻ പാടില്ലാത്ത 18-ാം പടിയിലാണ് പോലീസുകാർ നിറഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. അപ്പൊ ഇത്ര അവിശ്വാസികളാണ് ശബരിമലയിൽ വരുന്നത്. അവിടെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരായിട്ട് വരുന്നവരായാലും ശരി, പോലീസുകാരായിട്ട് വരുന്നവരെല്ലാം ആയാലും ശരി, ഈ അവിശ്വാസികളാണ് ഇന്ന് ഓരോ ക്ഷേത്രങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കലിയുഗത്തിൽ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും നാസ്തികർ കൈയടക്കുന്നു. അത് നിർഭാഗ്യത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടിലാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗുരുവായൂരായാലും ശബരിമലയായാലും അവിടെ വരുന്ന കംപ്ലീറ്റ് ഈ ജോലിക്കാർ എങ്ങനെ നമ്മുടെ ഭക്തരെ ബുദ്ധിമുട്ടിക്കാം, ഭക്തരെ എങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റാം. സ്വാമി പറഞ്ഞ പോലെ 2 വട്ടം ആലോചിക്കണം, ശബരിമലയിൽ പോകണോ, ഇനി വർഷയ്ക്കൊക്കെ എടുക്കണ്ടേ, ഇനി അവിടെ പോയി എന്തായിരിക്കും അവസ്ഥ, പോകണോ എന്ന് ഭക്തജനങ്ങളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന രീതി, ഭക്തരെ അങ്ങോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടി രീതിയും കാര്യം അതിനുവേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ് പലപ്പോഴും ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 സ്ത്രീ പ്രവേശന വിഷയം തൊട്ടാണ് തുടങ്ങിയത്. സ്ത്രീ പ്രവേശന വിഷയത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിചാരിച്ചു സ്ത്രീകളെ ചാക്കി കെട്ടി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, അതോടെ എല്ലാം തീരും, ഇതെല്ലാം അങ്ങ് ഇതായിക്കോളും വിചാരിച്ചു. അങ്ങനെ 2 സ്ത്രീകളെ ചാക്കി കെട്ടി മോളിൽ കൊണ്ടുപോയി. രാഖി രാമായണം അവിടെ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിലകത്ത് കയറ്റി അയ്യപ്പന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് കേരള ജനത, കേരളത്തിലെ ഹിന്ദു സമാജം അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിച്ചു. ആബാലവൃദ്ധം ജനങ്ങൾ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവിടെ വർണ്ണവ്യത്യാസമില്ല, അവിടെ ജാതി വ്യത്യാസമില്ല, രാഷ്ട്രീയ ചിന്തയില്ലാതെ അയ്യപ്പസ്വാമിയുടെ അയ്യപ്പ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി. അന്ന് ഇടത് വലത് സർക്കാരുകൾക്ക് മനസ്സിലായി ഹിന്ദുക്കൾ ഒന്നാവണമെങ്കിൽ ആത്മീയതയുടെ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഇനി എങ്ങനെ ആത്മീയതയെ തീർക്കാം, അതിനുവേണ്ടിയുള്ള റിസർച്ച് ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുക്കുക, ദേവസ്വം മന്ത്രിസ്ഥാനം പിടിച്ചെടുക്കുക. നിങ്ങൾ ആലോചിച്ചു, കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഇരുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ദേവസ്വം മന്ത്രിയാവില്ല. ഏതെങ്കിലും അവിടെയുള്ള മറ്റ് അണികൾക്കാണ് കൊടുക്കാറുള്ളത്, മറ്റ് പാർട്ടികൾക്കാണ് കൊടുക്കാറുള്ളത്. പണ്ട് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എടുത്തു നോക്കൂ, ചരിത്രം എടുത്തു നോക്കൂ. ഇതിന് ശേഷം ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. ഈശ്വര വിശ്വാസമില്ലാത്തവൻ എന്തിനാ മന്ത്രിയാവുന്നത്? എന്തിനാ ദേവസ്വം മന്ത്രിയാവുന്നത്? വേറെ എന്തെല്ലാം വകുപ്പ് ഭരിക്കാം? ഇവിടെ ദേവസ്വം മന്ത്രിയായി. ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ദേവസ്വം ബോർഡുകൾ പണ്ട് ഭക്തരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ ബോർഡുകൾ കമ്മ്യൂണിസ്റ്റുകാർ കൈയടക്കാൻ തുടങ്ങി. എന്തിന്? ഓരോ ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതികളിൽ കമ്മ്യൂണിസ്റ്റുകാർ കൈയടക്കാൻ തുടങ്ങി. ഇതിന്റെ എല്ലാ ഉദ്ദേശവും എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെ അതിൽ നിന്ന് അകറ്റുക, അതോടുകൂടി ഈ ഭക്തർക്കുള്ളിൽ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിനുള്ളിൽ ഒരു വിഘടനം ഉണ്ടാക്കുക. ഇത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ കണ്ടില്ലേ, മകരവിളക്കിന്റെ അന്ന് ശബരിമലയിൽ ഏറ്റവും പുണ്യമായ സമയം, കാര്യം ഭഗവാൻ ഉണരുന്ന സമയം, ആ സമാധിസ്ഥനായ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന അയ്യപ്പസ്വാമി ഉണരുന്ന സമയമാണ്, ഉണരുന്ന ദിവസമാണ് മകരം 1. അത് കഴിഞ്ഞ് 5 ദിവസമാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ. യഥാർത്ഥം പറഞ്ഞാൽ ശബരിമല ശ്രീകോവിലിനുള്ളിൽ നടക്കുന്ന എല്ലാം ധർമ്മശാസ്താവിനുള്ള പൂജകളാണ്. അയ്യപ്പ സ്വാമിക്ക് വേണ്ടി നടക്കുന്ന പൂജകളെല്ലാം അദ്ദേഹത്തിന്റെ ആത്മസമാധി കൊള്ളുന്ന ആ മണിമണ്ഡപത്തിലാണ്. കുരുതി ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും ആ മകരം 1 തൊട്ട് 5 ദിവസങ്ങളിലാണ്. അതാണ് അയ്യപ്പസ്വാമിക്ക് വേണ്ടിയുള്ള പൂജകൾ. ഇവിടെ നടക്കുന്ന എല്ലാം ധർമ്മശാസ്താവിന് വേണ്ടിയുള്ള പൂജകളാണ്. ആ മകരവിളക്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശബരിമലയിലും പമ്പയിലും അതുപോലെ പൊന്നമ്പലമേട്ടിലും അവിടെ എല്ലാം വന്ന് നിരഞ്ഞു നിൽക്കുന്ന സമയത്ത് ദേവസ്വം ഭരിക്കുന്ന കേരളത്തിന്റെ മന്ത്രി ആ പൊന്നമ്പല ഭഗവാന്റെ പുണ്യനടയിൽ ഒരു നിപ്പ് നിന്നു. ഫുട്ബോൾ കളി കാണാൻ നിൽക്കുന്ന പോലെയോ കബഡി കളി കാണാൻ നിൽക്കുന്ന പോലെയോ കയ്യും കെട്ടി. ഇതിനകത്ത് ആരാ ഇരിക്കുന്നത് എന്നൊരു ചിന്തയും. ഇനി അഥവാ കയ്യെങ്ങാനും എടുത്തുപോയി അറിയാതെ തൊഴുതാലെ വെച്ച് കൈ പുറകിൽ ഒറ്റ ഒരു കെട്ടും കെട്ടി. കൈ എടുത്താൽ പോയില്ലേ? അതേ സമയത്ത് അദ്ദേഹം കണ്ടു പഠിക്കണമായിരുന്നു തൊട്ടടുത്ത് നിന്ന തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രി. അദ്ദേഹം നെറ്റിയിൽ കുറിയണിഞ്ഞ് ഭക്തിയോടുകൂടി ഭഗവാനെ ദർശിച്ച് ഭഗവാനെ കണ്ട് തൊഴുന്നു. അപ്പൊ മനസ്സിലായിക്കോളൂ, ഇതാണ് നമ്മുടെ ആൾക്കാർ. നമുക്ക് അവരുടെ ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള ചിന്താഗതി. പിന്നെ അങ്ങനെ ശരിയാവും? അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാരാണോ ക്ഷേത്രം ഭരിക്കേണ്ടത്? ഇവരെ പോലുള്ള ആൾക്കാരാണോ ഭക്തരെ നിയന്ത്രിക്കേണ്ടത്? അപ്പൊ അത് ഇനിയെങ്കിലും നമ്മൾ ഭക്തരാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിശ്വ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ഇപ്പൊ കുംഭമേളയിൽ വെച്ച് അങ്ങനെ പ്രഖ്യാപനമുണ്ടായി. ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള രീതിയിലുള്ള വലിയ ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സുപ്രീം കോടതിയിലും ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ വേണ്ട രീതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ പുണ്യക്ഷേത്രങ്ങളാണ്. അത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. ആ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു നിവേദനം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും വഖഫിന്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും മാറ്റം വരുന്നു. എന്തായാലും ഈ ഒരു ഭരണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം മനസ്സിലാഗ്രഹിക്കുന്ന നമ്മുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എന്തിനാണ് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾ കയറിയിരിക്കേണ്ട ആവശ്യം എന്താ? ഇതിന് അഹിന്ദുക്കൾക്കെന്ന് അടിയൊഴിട്ട് പറയുന്നു. കാരണം ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കൾ എന്ന പേരിൽ ഹിന്ദുക്കളുമുണ്ട്, ഹിന്ദു നാമധാരികളുമുണ്ട്. ആ ഹിന്ദു നാമധാരികളെ അഹിന്ദുക്കളായി തന്നെ നമ്മൾ കൂട്ടണം. ആ അഹിന്ദുക്കൾ കയറി ഇരിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കളാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്, ഈശ്വര ഭക്തരാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്. അതിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതിന് നമുക്ക് ശ്രമിക്കാം, അതിനുവേണ്ടി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വാവർ ഉൾപ്പെടെയുള്ള വാവര് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത് വേറെ ആൾ വന്നിട്ടുണ്ട്, വെളുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അർത്തുങ്കൽ വെളുത്തച്ഛനാണ് അയ്യപ്പന്റെ തോഴനായി കൂടെ ഉണ്ടായിരുന്ന പോലും. വെളുത്ത എന്ന് പറയുന്നൊരു
കഥാപാത്രം അന്ന് അയ്യപ്പസ്വാമി അവിടെ കളരി അഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനാണ് വെളുത്തച്ഛനാക്കി മാറ്റിയത്. അപ്പൊ അടുത്ത ഇനിയിപ്പം വാവര് കഴിഞ്ഞാൽ അടുത്ത വാവർക്ക് ഇപ്പുറത്ത് വാവര് കയറി വരുന്ന വലത് സൈഡിലാണെങ്കിൽ ഇനി ഇടത് സൈഡിൽ ദേവസ്വം ബോർഡ് വേണമെങ്കിൽ വെളുത്തച്ഛന് സാധനം കൊടുക്കും. മാത്രമല്ല ഇപ്പോ ഈ മണ്ഡലകാലത്ത് കണ്ടു, പത്തനംതിട്ട ജില്ലയാണെന്ന് തോന്നുന്നു, കുറെ അയ്യപ്പന്മാർ വന്നിട്ട് കുരിശടിക്ക് ചുറ്റും പ്രദർശനം വെച്ച് നാളികേരം ഉരുട്ടുന്നു. ആലോചിച്ച് നോക്കി, എന്ത് കഷ്ടമാണത്. നാളികേരം ഉരുട്ടേണ്ടടുത്ത് നാളികേരം ഉരുട്ടാൻ അനുവാദം കൊടുക്കുന്നില്ല, എവിടെയോ പോയിക്കുന്നത് നാളികേരം ഉരുട്ടുന്നു. ഇതുപോലെ തന്നെയാണ് ഈ വാവരുടെ കാര്യത്തിൽ. കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങൾ ശബരിമല നടത്തിയപ്പോഴും ആ ദേവപ്രശ്നങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞു, വാവരെന്നൊരു കഥാപാത്രത്തിന് അയ്യപ്പസ്വാമിയായിട്ട് ബന്ധമില്ല. പക്ഷെ ദേവസ്വം ബോർഡ് പറഞ്ഞ എന്താ, ആ പ്രശ്നം വെച്ച് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞത് ഇത് ചാർത്തിൽ എഴുതി കൊടുക്കില്ലേ, പ്രശ്നമുണ്ടാവും. അപ്പോ ആലോചിച്ച് നോക്കൂ, ദേവസ്വം ബോർഡ് ആരെയാണ് ഭയക്കുന്നത്? ഇടതിനും വലതിനും പ്രീണിപ്പിക്കുന്ന ആരെയാണ്? നേരത്തെ മന്ത്രി പറഞ്ഞു ശബരിമല ജാതിമത ചിന്തകളില്ലാത്തൊരു സ്ഥലമാണ്. ശബരിമല തീർച്ചയായിട്ടും ഹൈന്ദവ ക്ഷേത്രമാണ്, അതിനൊരു തർക്കവും ആർക്കും വേണ്ട. ഹിന്ദുവിന്റെ ക്ഷേത്രം മാത്രമാണ് ശബരിമല. അവിടെ മറ്റു ജാതി മനസ്സർക്ക് വരാം, അത് ഹിന്ദുവിന്റെ വിശാല മനസ്കത. പക്ഷെ അവിടെ വരുന്നവർ ആരായാലും, ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും മറ്റേത് ജാതിയായാലും മണ്ഡലവ്രതം അനുഷ്ഠിച്ച് വരണം. അയ്യപ്പസ്വാമിയെ കാണണമെങ്കിൽ അയ്യപ്പനായി മാറി തന്നെ വരണം. അത് മണ്ഡലവ്രതം എന്താണെന്നുള്ളതും ആ അനുഷ്ഠിക്കേണ്ട രീതിയൊക്കെ നമുക്ക് ഭൂതനാഥവാക്യത്തിലുണ്ട്, അല്ലെങ്കിൽ പലതുകൊണ്ട്. അതിലൂടെ പറഞ്ഞ സമയങ്ങളെ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ശബരിമലയെ പറ്റി സംസാരിക്കാനുള്ള അവസരം തന്ന ഹിന്ദു മഹാമണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹരിഹര സുനാനന്ദ തീർത്ഥനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ.